വെൽക്കം ടു ചൈനീസ് വാൾമാർട്ട്. മാറണോ ചൈനയിലേക്ക് കണ്ടിട്ട്? എന്തോരം വെറൈറ്റി. നോക്ക്, 6 ബിയർ 100-150 രൂപ. 330 ml 6 150 രൂപ. 6 150. ഭയങ്കര ഓർമ്മയാണല്ലോ. കണ്ട, എല്ലാ ബ്രാൻഡും അറിയാം ബൈ ഹാർട്ടായിട്ട് പ്രിയക്ക്. മുഴു കുടിച്ചേ മാറിയിരിക്കോ പ്രിയ, സ്ട്രെസ് കാരണം. ഇന്ന് വളരെ പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ച ഒരു വ്ളോഗാണ്. വാൾമാർട്ട്, US വാൾമാർട്ട് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ ചൈനയിലെ വാൾമാർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വാൾമാർട്ടിൻ്റെ പ്രൈസസ് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ചൈനയുടെ ഒരുവിധമുള്ള സാധനങ്ങളുടെ റേറ്റ്സ് ഒക്കെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ വെൽക്കം ടു ചൈനീസ് വാൾമാർട്ട്. ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇപ്പോൾ ചൈനയിൽ. ഇതുപോലെ ഫുൾ ലെങ്ത്തിലുള്ള തൊപ്പിയുള്ള UV പ്രൊട്ടക്ഷനുള്ള ജാക്കറ്റ്സ് അല്ല, ഫുൾ ലെങ്ത്ത് ഡ്രസ്സ്. ഇതിന് 149. അപ്പോൾ ഏകദേശം ഒരു 15 രൂപ വെച്ചോ. അപ്പോൾ ഒരു 4000 റുപ്പീസ് അടുത്താണ്. അല്ല സോറി, 2700 അടുത്ത് വരും അല്ലേ? ഓൾമോസ്റ്റ് 2700, 2500 പോലും വരുള്ളൂ. UV 100% UV കണ്ടോ. ക്യാപ്പിൻ്റെ ടീഷർട്ട്സ് അതെല്ലാം ഏകദേശം ഒരു എത്ര വരുന്നത്, ഒരു 60 ബിലോ 1000 ആണ് ടീഷർട്ട്സിനൊക്കെ വരുന്നത്. ഗ്യാപ്പിൻ്റെ ടീഷർട്ട്സ് എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് തെറ്റിപ്പോവും. 15 പ്രൈസിങ്, ഇൻറ്റു 15 ചെയ്താൽ മതി. സോ ഇതിന് 109. സോ ദാറ്റ്സ് ഏകദേശം ഒരു 1500 റുപ്പീസിന് അടുത്താണ് വരുന്നത്. ഏറ്റവും പോപ്പുലർ സൺസ്ക്രീനാണ്. ഇവിടെ മാത്രമല്ല, ഇപ്പോൾ തായ്ലാൻഡ്, ജപ്പാൻ, ചൈന, ഏഷ്യൻ കൺട്രീസിലെ ഏറ്റവും പോപ്പുലർ സൺസ്ക്രീനാണ് ഈ അനീസ ബ്രാൻഡ്. ഓൺ ചെയ്തു, ആയുധം വെളിയിലെടുത്ത്. നമുക്ക് നമ്മൾ ഫുഡും കോസ്മെറ്റിക്സ് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് സൂപ്പർ മാർക്കറ്റ് സെക്ഷൻ, നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഫുഡും കോസ്മെറ്റിക്സ് ഒക്കെ. ഫുൾ വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് എന്താ ഇത്? അങ്ങറ്റം വരെ ഉണ്ട്. ഫുൾ മോളിന്റെ, ഫുൾ ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഇതാ. ഫുൾ ഒരു മോളിന്റെ. നന്നായിലെടുത്തത് ഡെക്കത്തലോണിന്റെ ഒക്കെ വലുതാ. ഇത് എന്താണെന്നറിയോ, വെറൈറ്റിയും ക്വാളിറ്റിയാണ്. നമുക്കൊന്ന് നാട്ടിൽ സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും ക്വാളിറ്റിയിലാണ് ഇവിടുത്തെ ഓരോ സാധനങ്ങൾ. പെപ്സിക്ക് തന്നെ എന്തൊരു ടേസ്റ്റ് വ്യത്യാസമാണെന്നറിയോ. നമ്മൾ ഗൾഫിലും അതെ, നമുക്കിത് ചെയ്തിട്ട് പോവാം, നോക്കി പോവാം. ഇതൊക്കെ വളരെ ഇവിടെ പിന്നെ മധുരം എല്ലാത്തിനും ഭയങ്കര കുറവാണ്. ഇതെന്തൊക്കെയോ ഹെൽത്തി ജ്യൂസസ് ആണെന്ന് തോന്നുന്നു. ഇതിനൊക്കെ ഏകദേശം 1 ലിറ്ററിന് ഒരു 8 yuan. സോ ദാറ്റ്സ് ലൈക്ക് അറൗണ്ട് ഒരു 150-140 റുപ്പീസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഏകദേശം അത്രയും പോലും ഇല്ല, 110 റുപ്പീസ്. തേങ്ങാപ്പാൽ അതിന് ഏകദേശം 20 yuan അടുത്താണ് വരുന്നത്. ഒരു 350 രൂപ 300 രൂപ. ഇവിടെ അങ്ങനെയൊക്കെയാ. അരിക്കിന് വില കൂടുതലാണ്. പിന്നെ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്, ജ്യൂസസും. അതുപോലെ തന്നെ എന്താ ഓറഞ്ച്, ഇത് ഗ്രേപ്പ് ഫ്രൂട്ട് ഏകദേശം 150-140 റുപ്പീസ്. പക്ഷെ ഇതൊക്കെ ഇത് മറ്റേ ഹൈ എൻഡ് സാധനം, സാധാരണ പാക്കറ്റ് കിട്ടുന്നതല്ല. മറ്റെന്താ കോൾഡ് പ്രസ് എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ. പക്ഷെ ഇവരുടെയൊക്കെ പാക്കേജിങ്, ഇതൊക്കെ നോക്കിക്കും ഇവരുടെ പാക്കേജിങ്. മെറ്റൽ ബോട്ടിലാണ് ഇതൊക്കെ പാക്കേജ് ചെയ്യുന്നത്. ഇത് ബിയർ, എന്തോ സ്പെഷ്യൽ ബിയർ, വിത്തൗട്ട് ആൽക്കഹോൾ ആണോന്ന് അറിയില്ല. 0 ഫാറ്റ് 0 ഷുഗർ കൊള്ളാമല്ലോ. അതിന് 150 രൂപയേ ഉള്ളൂ. ചോക്ലേറ്റ് ഡ്യൂറിയൻ ഐസ്ക്രീം, അതിന് ഒരു 130 റുപ്പീസ്. സ്നാക്സ്, മാച്ച ബിസ്ക്കറ്റ്സ്, അതൊക്കെ ഒരു 130 റുപ്പീസ് ഒക്കെ ഉള്ളൂ. ഇത് നോക്ക്, മാച്ച വിത്ത് പീക്കൺ, അതിനൊക്കെ ഒരു 300 റുപ്പീസ്. ഇത്രയും ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾക്ക് എല്ലാം ഹെൽത്തി. പീക്കണ്, മാച്ച, 0 മൈദ, അടിപൊളി. ഇങ്ങനെ കൊണ്ടുപോകും പ്രിയ. ഇവിടെ ഇരുന്ന് കഴിക്കുമോ, തിന്ന് തീർക്കുമോ? പേഴ്സണൽ കെയർ ഐറ്റം അതൊക്കെ ബ്രാൻഡഡ്, ഇവിടുത്തെ ജില്ലറ്റൊക്കെ. സോ ഷേവിങ് ക്രീമിനൊക്കെ ഏകദേശം ഒരു 30 yuan വരുന്നത്. റേസർ അതൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ സൺസ്ക്രീൻ പ്രോഡക്ട്സും അതിൻ്റെയൊക്കെ റേറ്റ് ഓൾറെഡി കാണിച്ചല്ലോ. പക്ഷേ ജസ്റ്റ് ലുക്ക് അറ്റ് ദ വെറൈറ്റി ആൻഡ് ദ ക്വാളിറ്റി ഓഫ് ദി ഐറ്റംസ്. എന്തൂരമാണെന്ന് നോക്കിക്കേ. ഏകദേശം നമ്മുടെ നാട്ടിലൊരു 120, വലിയതിന് വലിയ പേസ്റ്റിനൊക്കെ ഒരു 120 രൂപ 130 രൂപ. എക്സ്പെൻസീവ് ഉണ്ട്, ഇതൊക്കെ കുറഞ്ഞത് 100 രൂപ. ഇതൊക്കെ എനിക്കൊന്ന് ചൈനീസ് ബ്രാൻഡ്സ് ഒക്കെ കുറവായിരിക്കും റേറ്റ്. അല്ലാതെ നമ്മുടെ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് എല്ലാം ഉണ്ട് ഇവിടെ. ബേക്കിംഗ് സോഡ ഉള്ളതൊക്കെ അതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ചൂടാവും കണ്ണ്, റിലാക്സ്ഡ് ആവാൻ. ഞാൻ വാങ്ങിയിട്ടുണ്ട്. കണ്ണിനൊക്കെ സ്ട്രെയിൻ കുറയ്ക്കാൻ. കുട്ടികൾക്കല്ലേ ഏറ്റവും കൂടുതൽ വേണ്ടേ. പക്ഷം എല്ലാം ഇതുപോലെ തന്നെ 2 എണ്ണത്തിന് 150, 130. കുട്ടികളുടെ പേസ്റ്റൊക്കെ എന്ത് വെറൈറ്റിയാന്ന് നോക്കിക്കേ. എന്തോരം കുട്ടികളുടെ പേസ്റ്റാന്ന് നോക്ക്. ട്രാൻസ്ഫോമേഴ്സിൻ്റെയും
പല രീതിയിലുള്ള ഇത് കുട്ടികളുടെ ബ്രഷ്, ഇതൊക്കെ കുട്ടികളുടെ ബ്രഷാന്ന് തോന്നുന്നു. നമ്മളെല്ലാം വേദുവിന്റെ ഇതൊക്കെ കുട്ടികളുടെ ബ്രഷസാ. സ്പൈഡർമാന്റെ പോലെയൊക്കെ പോ പെട്രോൾ ഒക്കെ ഉള്ള അത് പ്രിയക്ക് അറിയാലോ. പ്രിയ ഉപയോഗിക്കുന്ന ഒരു ലോറിയലിന്റെ ഒക്കെ റേറ്റ് അറിയില്ലേ? അറിയില്ല ഓ പിന്നെ ടൈപ്പ് അറിയില്ലെങ്കിൽ അത് പറ. ഇപ്പൊ ലോറിയലിന്റെ ഷാമ്പു ആണല്ലോ സ്റ്റാൻഡേർഡ്. ഇതിപ്പോ വലിയ ലോറിയലിന് ഏകദേശം 700 liters ഉള്ളതിന്റെ എന്തോ സ്പെഷ്യൽ എഡീഷന് 3 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ ഓഫർ ഉണ്ട്, ഒരു 1000 രൂപ 3 എണ്ണം വലുത്. ഷാമ്പു കണ്ടീഷണർ 2 ഷാമ്പു ഒരു 1500 റേഞ്ച് വരും നമ്മുടെ നോർമൽ ഷാമ്പു കുപ്പി ലോറിയലൊക്കെ. ഇതിപ്പോ 3 എണ്ണത്തിന് അത്രേ ഉള്ളൂ. മാറണോ ചൈനയിലേക്ക് കണ്ടിട്ട്? എന്തോരം വെറൈറ്റി, ക്വാളിറ്റി. ഡോവിന്റെ ഒക്കെ ഉണ്ട് ഷാമ്പു, ലക്സ് ഒക്കെ. ലക്സിന്റെ ഒക്കെ എത്രയാണെന്നറിയോ? 500 രൂപ വലുത് 1 ലിറ്റർ. ചൈനയിൽ വന്നിട്ട് വി ആർ ടോട്ടലി ഷോക്ക്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറുന്നത്. സ്റ്റണ്ണിങ് വാല്യൂ ഫോർ മണി, ക്ലീൻ. എന്തൊരു വെറൈറ്റി സാധനങ്ങളാണെന്നറിയോ? ഐ നെവർ ഫെൽറ്റ് എന്താ ഇത്ര അമേസിംഗ് ആയിട്ടുള്ള ഇതുവരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഇത്രയും രാജ്യങ്ങളിൽ പോയിട്ടും ഇതുപോലത്തെ ഒരു ഫീൽ കിട്ടിയിട്ടില്ല. മേ ബി ബിക്കോസ് ഓഫ് ദ പ്രൈസ് ഓൾസോ. പിന്നെ സ്റ്റാഫ് ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്ഫുൾ. എനിക്ക് ടൂത്ത് ബ്രഷിന് ക്യാപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ലാത്തതിന് വേറെ 2 ക്യാപ്പൊക്കെ എടുത്ത് തന്നു വേദുവിന്. കണ്ടോ, അൺബിലീവബിൾ. ചെരുപ്പ് ഇപ്പോഴല്ലേ പ്രിയ നമ്മൾ അവിടെ നിന്ന് എടുത്തു തരണം. കണ്ടു. അപ്പൊ അത് കളയട്ടെ, അത് കളഞ്ഞിട്ട് കൊണ്ടുപോവാ പ്രിയ. അത് സമയമായി കളയാനായിട്ട്. എല്ലാരും നോക്കിക്കോട്ടെ പ്രിയയുടെ ചെരുപ്പ്. എല്ലാരും നോക്കിക്കോണേ. കളയാൻ പറഞ്ഞിട്ട് കളയുന്നില്ല. ഇനി ഇതിന് ജീവനില്ല. ജീവൻ ഉണ്ടെങ്കിൽ ഇത് തന്നെ ഇറങ്ങി ഓടി പാലത്തിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ. ഇത് രണ്ടും സെയിം ടൈമിന് മേടിച്ചു. അല്ല, അങ്ങനെ എന്റെ ചെരുപ്പാക്കൽ. ഇത് പുതിയതാ. ഇത് ആക്ച്വലി എന്റെ പിങ്ക് ബർക്കിംഗ് സ്റ്റോക്ക് ആര് കളിയാക്കാൻ നിൽക്കണ്ട, ഓഫറിൽ കണ്ടപ്പോ എടുത്തതാ. 5000 രൂപയുടെ ചെരുപ്പ് എത്ര? 1800 രൂപയ്ക്ക്. ഞാൻ പറഞ്ഞത് രണ്ടും ഒരേ സെയിം ടൈമിൽ എടുത്താണ്. അല്ല അതല്ല, ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഇത് ആക്ച്വലി മറ്റേ എന്താ പറയുന്നത് കിച്ചൺ ടിഷ്യൂ ആണ്. ഇതിനൊക്കെ 150 രൂപ. ഇത്രയും വലിയ ബോക്സിന് ഐ കാണ്ട് ഇമാജിൻ 150 രൂപയുള്ളൂ ഫ്രണ്ട്സ്. വേറെ ഉണ്ട്. ഭയങ്കര റേറ്റ് കുറവ് കേട്ടോ സാധനങ്ങൾക്കൊക്കെ. ഫേഷ്യൽ ടിഷ്യൂ, ഓയ്യോ ഫേഷ്യൽ ടിഷ്യൂന് ഇത്രയും ഫേഷ്യൽ ടിഷ്യൂവിന് 150 രൂപ. ഞങ്ങൾ ഒരു ബോക്സ് ഒക്കെ വാങ്ങുന്നത് 150 രൂപയ്ക്കാണ് ലുലുന്ന് അവിടെ നിന്നൊക്കെ. അടിപൊളി റേറ്റ്സ് അല്ലേ? വെറ്റ് വൈപ്സ്, ഇത്രയും വെറ്റ് വൈപ്സിന് 150 രൂപ. ഇതൊരു 2.5 കിലോ കാണും, 3 കിലോ 2 കിലോ കാണും. ഇത് കാണണ്ട, മാറ്റി വെച്ചത്, അല്ലെങ്കിൽ വെയിറ്റ് ഫുള്ളാ. ഷൂ 3 വലിയ ബോക്സിന് 150. നാട്ടിലാ ഒരെണ്ണത്തിന് തന്നെ നാട്ടിലത്തെ 150. പിന്നെ വെയിറ്റ് നോക്ക് പിടിച്ച്. പ്രോപ്പർ വെറ്റ് വൈപ്സ്, അതും വാട്ടർ ഉള്ളത്. വെയിറ്റ് കൂടിപ്പോയി. അല്ല അതിന് തന്നെ എന്നാലും വെയിറ്റ് കൂടുതല. ഇതൊരു 4 മാസത്തേക്കുള്ള, ഒരു 6 മാസത്തേക്കുള്ള ഉണ്ട്. ഇത് മറ്റേ ആൽക്കഹോൾ ഒന്നുമില്ല. ഇതൊന്നുമില്ല, പ്രോപ്പർ വെറ്റ് വൈപ്സ്. ഇനി എന്താ ഇവിടെയൊക്കെ ആയിരുന്നു നമ്മുടെ ആൾക്കാരെ കൊണ്ടുവരേണ്ടത്. ഇതൊക്കെ ഡിസിൻഫെക്റ്റൻറ്റും ഇതൊന്നും നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ലല്ലോ. ഇത് പക്ഷെ ലാഭമാട്ടാ. ഇതിന് ഏകദേശം നമ്മൾ മറ്റേ ടോയ്ലറ്റിലിടുന്ന സംഭവമാണ്. ഇതിന് ഹാർപ്പിക്കിൻ്റെ എനിക്ക് ഓർമ്മയുണ്ട്, ഒരെണ്ണത്തിന് 2 കണ്ട് 150 200 കണ്ട. ഇത് 5 എണ്ണത്തിന് 250 കണ്ടേ വരുന്നുള്ളൂ. 5 കിലോ ആണ് ഇതിന്റെ പ്രൈസും. പക്ഷെ എന്നാലും കുറവാട്ടോ, 5 കിലോയ്ക്ക് 1000 രൂപയുടെ അടുത്തേ ഉള്ളൂ. ടൈഡ് നമ്മുടെ പോട്ട്സ് ആണ് ലാഭം. അതെ, ഇതിനെ കാട്ടി ഇതിന്റെ കൂടെ ഇപ്പൊ ഞങ്ങൾക്ക് ആക്ച്വലി ഓൺ ബ്രാൻഡ് ഉണ്ട്. ആക്ച്വലി ഇവിടെ ചൈനയിലൊക്കെ വന്നിട്ടാണ് ഇൻസ്പയർഡ് ആയിട്ട് നമ്മളിപ്പോൾ ഹോങ്കോങ്ങിൽ നിന്നുള്ള ഡിസൈൻ ചെയ്ത പ്രൊഡക്റ്റ്, ഹോങ്കോങ്ങിൽ നിന്ന് ഡിസൈൻ ചെയ്ത പ്രൊഡക്റ്റ് നമ്മൾ നാട്ടിലിറക്കുന്നത്. സോ അത് ആക്ച്വലി ഹാപ്പി പോട്ട്സ് എന്ന് പറഞ്ഞാണ് ഉണ്ടാക്കുന്നത്. അത് ചൈനയിൽ നിന്നാണ് നമുക്ക് ഇൻസ്പിറേഷൻ വന്നത്. കാരണം ഇവിടുത്തെ ലോണ്ട്രിയുടെ പ്രോഡക്ട്സും ക്വാളിറ്റിയൊക്കെ കണ്ടപ്പോൾ വി ആർ സ്റ്റൺ. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഇതുപോലത്തെ ഡിറ്റർജൻ്റ് ഉണ്ട്, സോഫ്റ്റ്നർ ഉണ്ട്, നമ്മുടെ കംഫർട്ടൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയലുണ്ട്, ആൻറ്റി ഡസ്മൈറ്റും ഉണ്ട്, ഫ്രേഗ്രൻസും ഉണ്ട്. ഇതെല്ലാം കൂടെ നമ്മുടെ ഒരു ഹാപ്പി പോട്ട്സ് എന്നുള്ള ബ്രാൻഡിലാണ് ലോഞ്ച് ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ഷോപ്പിലും ഉണ്ട്, ഉടനെ തന്നെ സ്വിഗ്ഗിയിലും ബ്ലിങ്കിറ്റിലും വരും. പിന്നെ www.oruhappystore.com ഉണ്ട്. നിങ്ങൾ ആ പോഡ് എടുത്ത് ജസ്റ്റ് വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ മതി, കട്ടൊന്നും ചെയ്യേണ്ട. എന്നിട്ട് തുണി ഇടുക, വാഷ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ പെർഫ്യൂമിൻ്റെ മണമൊന്നും കാണില്ല.
പക്ഷേ എല്ലാത്തിനും കൂടെ ഈ ഒറ്റ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലോത്ത് ക്ലീനായി സേഫായി അത്യാവശ്യം നല്ല മണത്തിൽ കിട്ടും. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഒരു happystore.com ഇത് വാങ്ങാം. കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവും ഇതൊക്കെ ഇതുപോലെ സോപ്പിന്റെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ മൊത്തം. നോക്ക്, ഇനി പാമ്പേഴ്സ് നമുക്ക് ചെലവുണ്ടായ സാധനം. അതെ, പിന്നെ പാമ്പേഴ്സ് ഹഗീസിന്റെ ഒക്കെ വലിയ പാഡിന് എക്സൽ സൈസ് 29x2, അപ്പോൾ 50 എണ്ണം ഉണ്ടോ, അതായത് 60 എണ്ണം കാണും ഏകദേശം. അതിന് 169. സോ ദാറ്റ്സ് ലൈക്ക് അറൗണ്ട് 2500 രൂപ ആ റേഞ്ചൊക്കെ വരുന്നത്. എനിക്കിപ്പോൾ നാട്ടിലത്തെ പ്രൈസ് അറിയില്ല, പക്ഷേ ഏറ്റവും ചിലവുള്ള ഒരു കാര്യമായിരുന്നു. അതേ പറഞ്ഞ എനിക്ക് ഏറ്റവും ചിലവുണ്ടായ ഒരു ടൈമിലുള്ള പാമ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രൈസസ് വരുന്നത് പാമ്പേഴ്സിൽ ചൈനയിൽ. നിങ്ങളതൊക്കെ നോക്കി വെച്ചോ, അറ്റ്ലീസ്റ്റ് ചൈനയിൽ വിസിറ്റ് വരുമ്പോൾ നമുക്കിങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകാമല്ലോ. അതോ ഇപ്പോൾ കുറേ ഹൈടെക് ഒക്കെ ആയി കാണും. നമുക്ക് വേണമെങ്കിൽ എല്ലാ ഒരെണ്ണം കൂടെ പരീക്ഷിച്ച് നോക്കാം. പാമ്പേഴ്സിന് സാമ്പിൾ വരെ വെച്ചിട്ടുണ്ട് ഇവിടെ, കണ്ടോ. നിങ്ങൾ ഇത് മാത്രം കണ്ട് നിങ്ങൾ സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ് ഒന്ന് വെച്ചാൽ മതി. പെറ്റ്സിൻ്റെ സ്നാക്കാണ്. നാട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് ഒരുവിധം അറിയാമല്ലോ, ഈ ചൂസും അതൊക്കെ. ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ബീഫ് ഉപയോഗിച്ചിട്ടുള്ള സ്നാക്ക്, റിയൽ ചിക്കൻ ആൻഡ് ടർക്കി, 100% റിയൽ ആണ്. ഇത് ഡക്ക്, നമ്മുടെ സാധാരണ ജേർക്കീസൊക്കെ അതും വളരെ അഫോർഡബിൾ റേറ്റിൽ. ഇത് ഡക്ക് ബ്രസ്റ്റ്, ഇത് ചിക്കനും അടിയിൽ ചിക്കൻ ബ്രസ്റ്റും ഡക്ക് ബ്രസ്റ്റിൻ്റെ ഒക്കെ സ്ലൈസസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഡോഗ്സിൻ്റെ സ്നാക്സ്. നമുക്ക് പോലും നാട്ടിൽ കഴിക്കാൻ പറ്റില്ല ഇതുപോലെ ഇത്രയും ക്വാളിറ്റി. അതെ, അതും എന്ത് റേറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫുഡ് സെക്ഷനിലേക്ക് കടക്കാം. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി ഇത് 1 മണിക്കൂർ വ്ളോഗ് ചെയ്താലും തീരില്ല. ഇത് നോക്ക്, കസേര അതിന് ഒരു 750 രൂപയേ ഉള്ളൂ. 700 റുപ്പീസേ ഉള്ളൂ. കൊണ്ടുപോകണോ? വേദം അതിലിരുന്ന് കളിച്ചാണ്. ഇത് കുടിക്കരുത്, പക്ഷെ ഞാൻ റേറ്റ് പറയാം. എനിക്ക് അഡിക്ഷൻ ഉള്ള സാധനമാണ്. 2 ലിറ്ററിന് ഏകദേശം 100 രൂപ. സീറോയുടെ 2 ലിറ്ററിന് 100 രൂപ. എന്താ ഇത് അല്ലേ? ഇതുപോലെ ക്യാൻസ്. അതെ അതെ, ഇവിടെ ഭയങ്കര വില കുറവാട്ടെ. ഞാൻ സൂപ്പർ മാർക്കറ്റ് പ്രൈസസ് പറയുന്നത്. അതുപോലെ തന്നെ പെപ്സിക്ക് 6 എണ്ണത്തിന് 150 രൂപ 6 എണ്ണത്തിന്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ റേറ്റ്സ്. പിന്നെ ജ്യൂസസിനൊക്കെ കാണിച്ചല്ലോ, ഇതൊക്കെ എന്തോരം. അതെ, വെറൈറ്റീസ് നോക്ക്. ഷോ, കൊക്കക്കോള, പെപ്സിയുടെ ഒക്കെ. പക്ഷെ ഇതൊക്കെ യൂറോപ്പിലും ഉണ്ട് കേട്ടോ, കുറേ വെറൈറ്റീസ്. ലിച്ചി ജ്യൂസസ്, കോക്ക്, മിനിറ്റ് മെയ്ഡ്, പിന്നെ വെള്ളം, മിനറൽ വാട്ടർ. പക്ഷെ ഇതെന്തോ കൂടിയ വെള്ളം കേട്ടോ. സ്റ്റാർബക്സിന്റെ കോൾഡ് കോഫിക്ക് 100 രൂപ. നെസ്കഫയുടെ കോഫി 0 കാലറി 4 രൂപ. അല്ല, പക്ഷെ ഇതല്ല, 8 രൂപ. സോറി, ഇവിടുത്തെ 9 രൂപ. സോ ദാറ്റ്സ് ലൈക്ക് അറൗണ്ട് 130 റുപ്പീസ്. എന്നാലും ലാഭമല്ലേ? 0 കാലറി. ഇതാണ് ഇവരുടെ ഒരു കുറഞ്ഞ വെള്ളം. അത്യാവശ്യം വലിയ റേറ്റില്ല. ഇത് 4 ലിറ്ററിന് ഏകദേശം 4 ലിറ്ററിന് 6 രൂപ. ദാറ്റ്സ് ലൈക്ക് അറൗണ്ട് 100 രൂപ 4 ലിറ്റർ. താഴെ ഇത് 4 എണ്ണം. ഇതാണ് ഒരെണ്ണത്തിന്റെ റേറ്റ്. 4 എടുത്തതിന് പറഞ്ഞ 5 രൂപ. സോ ദാറ്റ്സ് ലൈക്ക് 75 റുപ്പീസ് 4 ലിറ്ററിന്. അത് സ്പ്രിംഗ് വാട്ടറാ. വേറെ താല്പര്യം ഉള്ളവർക്ക് ബിയറിന് 330യുടെ ക്യാനിന്റെ 6 എണ്ണത്തിന് ഒരു 25. സോ 25 × 15 എന്ന് പറഞ്ഞാൽ ഏകദേശം 400 രൂപ. അതാണ് 6 ക്യാനിന്റെ റേറ്റ്. അയ്യോ, അത് ഭയങ്കര കുറവാണല്ലോ. എനിക്കും അറിയില്ല, പക്ഷെ കുടിയന്മാര് വരാതിരിക്കുന്ന നല്ലത്. ഇത് നോക്ക്, 6 എണ്ണത്തിന് ബിയർ 150 രൂപ. 330 ml 6 എണ്ണത്തിന് 150 രൂപ. 6 എണ്ണത്തിന് 150. ഭയങ്കര കുറവാണല്ലോ. എല്ലാവരും വെറുതെ ഇവിടെ എല്ലാരും അടിച്ച് ഫിറ്റാവുന്നത് ചൈനക്കാര്. പ്രിയക്ക് ഇവിടെ വന്നിട്ട് വെള്ളമടിക്ക് തുടങ്ങണം എന്ന് കേട്ടോ മമ്മി. കണ്ട, എല്ലാ ബ്രാൻഡും അറിയാം ബൈ ഹാർട്ടായിട്ട് പ്രിയക്ക്. മുഴു കുടിച്ചേ മാറിയിരിക്കോ പ്രിയ, സ്ട്രെസ് കാരണം. എല്ലാം അറിയാം. കണ്ട അതെനിക്കറിയാം. അത് വൈനാന്ന് തോന്നുന്നു. പൊട്ടിക്കും, അത് തൊടണ്ട. ഇനി ആൽക്കോളാ. ബോട്ടിൽസിനെ, യൂറോപ്യൻ ബോട്ടിൽസിന്റെ എടുത്ത് കളഞ്ഞ് ഇത് കുടിക്കാത്തവരിത് വാങ്ങി കുപ്പിയായിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റും. എന്തൊരു ഭംഗിയാ നോക്ക്. ബോട്ടിൽസ് എക്സ്പെൻസീവ് ഇതൊക്കെ. അതൊക്കെ നോക്ക് ബോട്ടിൽസ്.
എന്ത് രസമാണ് നോക്ക് ഇവിടുത്തെ കുപ്പികള്. ഏറ്റവും ഭംഗിയുള്ള ബോട്ടിൽസ് ആൽക്കഹോളിന്റെയാ. കാര്യം ചെയ്താലോ, ഇവിടുന്ന് തന്നെ ഫുഡ് വാങ്ങി ഇവിടെ നിന്ന് അടിക്കാം. ഗ്രിൽഡ് ചിക്കനൊക്കെ കിടക്കുന്നു, പോർക്കൊക്കെ. നമുക്കൊന്ന് വ്ളോഗ് ചെയ്തിട്ട് നോക്കാം. ബാ, ജ്യൂസാണ് 1 ലിറ്ററിന് ഞാൻ പറഞ്ഞല്ലോ 140 റുപ്പീസ്. പക്ഷെ ഇത് നാട്ടിൽ ഇതൊക്കെ ആണെങ്കിലും 100% ഐ ക്യാൻ ഗ്യാരണ്ടി യു ഗൈസ്, ക്വാളിറ്റി ഭയങ്കര വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ക്വാളിറ്റീസ് ആർ മച്ച് ബെറ്റർ. നമ്മൾ ചൈന എന്ന് പറഞ്ഞാൽ കളിയാക്കുമെങ്കിലും ചൈനയിൽ വന്നവര്, ചൈന എക്സ്പീരിയൻസ് ചെയ്ത് ഒരിക്കലും ചൈനയുടെ ക്വാളിറ്റി കളിയാക്കുന്നുണ്ട്. നാട്ടിലെ ആൾക്കാർ കൂടുതലും ചൈനീസ് ഈ പാറ്റ, പൂച്ച, പല്ലി അതൊന്നും ഇവിടെ കിട്ടത്തൊന്നുമില്ല. ഭയങ്കര റെയർ. അത് വേറല്ല, കൊറിയയിലും ജപ്പാൻ ഇന്നങ്ങാട്ടി ഞാൻ കണ്ടിട്ടുണ്ട്. ബാങ്കോക്കിലുണ്ട്. ഇവിടെ എവിടെയാ കിട്ടിയത്? നമ്മൾ അന്വേഷിച്ചിട്ട് പോലും കിട്ടിയിട്ടില്ല. അത് ടേസ്റ്റ് ചെയ്ത് നോക്ക്, തരുമെന്ന് ചോദിക്ക്, വാങ്ങിയെടുക്ക്. ആ, നല്ലതാണെങ്കിലേ ഞാൻ ടേസ്റ്റ് ചെയ്യുള്ളൂ. ലക്കിൻ കോഫിയുടെയോ? എന്താ അത്? ആ, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഇതേ പ്രോബയോട്ടിക് ഡ്രിങ്ക്സിന് തന്നെ വെറൈറ്റി കണ്ട. സോ ദാറ്റ് മീൻസ് ഹൗ മച്ച് അവർ ഹെൽത്തിന്, ഗട്ട് ഹെൽത്തിനൊക്കെ എന്തോരം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു. ഇതൊക്കെ യോഗ ഡ്രിങ്ക്സാണ്. നമ്മുടെ ഇവിടെയൊക്കെ ആയി വരുന്നുണ്ട്, ബട്ട് ഇവർക്ക് ഇത് വാങ്ങാനുള്ള ഇൻകം ഉണ്ട്. അതാണ് ഈ ഇങ്ങനത്തെ മാർക്കറ്റിൽ ഇതൊക്കെ വിൽക്കുന്നത്. അത്രയും ആൾക്കാർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് എ മെയിൻ തിങ്. അത്രയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ചൈനയിലുണ്ട്. എനിക്ക് എടുത്തോണ്ട് പോകുന്നു. ഭയങ്കര ടേസ്റ്റ്. ചീസിലൊരു ടേസ്റ്റ്, ചീസ് മിൽക്ക് ഷേക്ക് അടിക്കുന്ന പോലെ സാമ്പിൾ വാങ്ങാൻ. ഇനി അത് ചോദിച്ചോണ്ടിരിക്കണ്ട, ഇങ്ങോട്ട് വാ. എനിക്കൊന്നും കുറച്ച് എക്സ്പെൻസീവ്. അതാ, സാധാരണ പാലല്ല കേട്ടാ, ഇതൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തോ മിൽക്സാണ്. നമുക്ക് ഇവിടെ വേറെ ടൈപ്പ് പാലൊക്കെ കാണും. സാധാരണ പാലാണ് ഞാൻ തപ്പുന്നത്. ഇതിൻ്റെയൊക്കെ റേറ്റ് ഇത് സെയിം അല്ലല്ലോ ഇവിടെ. പക്ഷെ 1 ലിറ്ററിന് 150 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും സ്പെഷ്യൽ മിൽക്ക് ആയിരിക്കും, അതോ മിൽക്കിന് ഈ റേറ്റ് ആണോ എന്നും എനിക്കറിയില്ല. അതും നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്നതല്ലേ. അതിനും റേറ്റ്സ് ഒക്കെ ഏകദേശം ഇതുപോലെ 10 സ്ലൈസ് ഉള്ളതിന് 20 യുവാൻ, 30 യുവാൻ. ദാറ്റ്സ് ലൈക്ക് അറൗണ്ട് 500 റുപ്പീസ് ആണ് 10 സ്ലൈസ്. ഇത് 10 അല്ല, എനിക്ക് തോന്നുന്നു 15 സ്ലൈസ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ന്യൂസിലൻഡ് ബട്ടർ, എന്തോരം ക്വാളിറ്റി. ഭയങ്കരമായിട്ട് എനിക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് ഫുഡിൻ്റെ ഒരു വ്ളോഗ് ചെയ്യണമെന്നുണ്ട്. ഇതൊക്കെ വാങ്ങി ഒന്ന് ടേസ്റ്റ് ചെയ്ത്. കുട്ടി ബിസ്ക്കറ്റ്സും ഈ സംഭവം ഓർമ്മയുണ്ടോ? ഭയങ്കര ടേസ്റ്റായി ഈ സംഭവം കേട്ടോ. നിങ്ങൾ കണ്ടാൽ വാങ്ങി കഴിച്ചോണേ. ഇതിനൊക്കെ വലിയ റേറ്റ് ഒന്നും കാണില്ല. ഇതിനൊക്കെ 250 റുപ്പീസ്, ഏകദേശം 300 ഗ്രാമിന്. എൻ്റെ അമ്മ, ജപ്പാനിലെ ബ്രെഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഹൈപ്പ് കൊടുക്കും. ചൈനയിലെ ബ്രെഡ് വന്ന് കഴിച്ചു നോക്ക്. ഇത് ഇവരുടെ മറ്റേ കേക്ക്സിൻ്റെ ഭംഗി നോക്ക്, ടാർട്സ് നോക്ക്, മറ്റേ പാസ്ത നാട്ട. അവിടെ പോർച്ചുഗലിൽ പോയി ഇത് ഒരെണ്ണം കഴിക്കുന്നത് ഇവിടെ 5 എണ്ണം കഴിക്കുന്നത് ചീപ്പറാ. 140 രൂപയുള്ളൂ ഇത്ര 6 എണ്ണത്തിന്. ഇന്നലെ കഴിച്ച പൈനാപ്പിൾ ബൺ, അതും സൂപ്പറാ. ആൻഡ് ബ്രെഡ്സിനും വലിയ റേറ്റ് ഒന്നുമില്ല. ഒരു 50 രൂപ ആ റേറ്റൊക്കെ തന്നെ, നമ്മുടെ നാട്ടിലത്തെ റേറ്റൊക്കെ തന്നെയുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ക്വാളിറ്റി ഈസ് സോ മച്ച് ബെറ്റർ. ഇനി കുറച്ച് മീറ്റ് സെക്ഷനും കൂടെ കഴിഞ്ഞിട്ട് പയ്യൊന്ന് നിർത്താം, അല്ലെങ്കിൽ ഞങ്ങളുടെ കൈ വേനിക്കുന്നത് പിടിച്ചു നടന്ന്. എന്തോരം സാധനങ്ങളാണ് നോക്കിയത്. പകുതി സാധനങ്ങൾ നമുക്ക് എന്താണെന്നറിയില്ല. നൂഡിൽസ് നോക്കട്ടെ. ആ മിൽക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയി തോന്നി. ഇല്ല, പാക്കേജിങ് അങ്ങനെയല്ലേ. നൂഡിൽസ് വലിയ നൂഡിൽസിൻ്റെ ക്വാളിറ്റി പിന്നെ പറയണ്ടല്ലോ ഇവിടുത്തെ. ഇപ്പോൾ വലിയ പാക്കറ്റ് ഏകദേശം ഇതുപോലെ എത്രയാണ്, 300 രൂപ. ഇത് 400 ഗ്രാമാണെന്ന് തോന്നുന്നു. അതിനൊക്കെ ഒരു 150 രൂപ. 150, 160, 170, 110 അതൊക്കെയാണ് റേഞ്ച്. ഏകദേശം ഇത്രയും പാക്കറ്റ്സ് വരുന്നത്, ഇത്രയും 6-7 എണ്ണം വരുന്നത്. വെജിറ്റബിളും ഫ്രോസൺ സെക്ഷൻ തന്നെ നോക്കിക്കേ, എന്താണ് കിടക്കുന്നതെന്ന്. ഹ്യൂജ് വെറൈറ്റീസ് അല്ലേ. നമ്മുടെ നാട്ടിലേക്ക് ഒന്ന് ഒരു സ്റ്റാൻഡേർഡ് വന്നത് ലുല്ലു വന്നേ പിന്നെ അറ്റ്ലീസ്റ്റ് ഇത്രയും വെറൈറ്റി സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ കിട്ടിയത്. പിന്നെ ഐസ്ക്രീംസിനൊക്കെ പ്രൈസ് ഏകദേശം ചീപ്പ് തന്നെയാണ്, അതൊന്നും വലുതായിട്ട് എടുത്ത് പറയില്ല. ഇതുപോലത്തെ ഇതൊക്കെ സ്പെഷ്യൽ ഐസ്ക്രീംസാണ്. മാച്ച, ബട്ടർ സ്കോച്ച്, ഇതൊക്കെ 1 ലിറ്ററിന് ഒരു 250 രൂപ, 300 രൂപ ആ റേഞ്ച് വരും. അതിനെക്കാട്ടി കുറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ 200 രൂപയിലാണ് സാധനങ്ങൾ വരുന്നത് ഐസ്ക്രീംസ്. പക്ഷെ വെറൈറ്റീസാണ്. നഗറ്റ്സിനൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ ഇവിടുത്തെ. ഒരു 180-200 റുപ്പീസൊക്കെയാണ് വരുന്നത് 1/2 കിലോയ്ക്ക്. 400 ഗ്രാം പോർക്കിന് ചീപ്പാണ്, കുഴപ്പമില്ല, 140 റുപ്പീസ്. നല്ല കിടിലം പോർക്ക് വിത്തൗട്ട് ബോൺ, ഇങ്ങനെ സ്റ്റേക്ക് പോലെ കട്ട് ചെയ്തത്. പോർക്കിൻ്റെ പല കട്ട്സും കിട്ടും ഇവിടെ. എൻ്റെ രാജ്യം, എൻ്റെ ഏരിയ.
ഇതൊക്കെ പല രീതിയിലുള്ള പോക്സ് എല്ലാം അത് തന്നെയേ ഉള്ളൂ. എന്താ ചിക്കൻ്റെ പല രീതിയിലുള്ള മെനു. ചിക്കന് അത് ചിക്കൻ്റെ കുടലോ അങ്ങനെ വല്ല ആയിരിക്കും. ചിക്കൻ്റെ കാലിനൊക്കെ 500 ഗ്രാമിന് കാലിന് ലെഗ് പീസ് ഡ്രം സ്റ്റിക്ക് മാത്രം 500 ഗ്രാമിന് നാട്ടിലത്തെ 100 രൂപ. മൈ ഗോഡ്, അത് ചീപ്പാണല്ലോ. ബ്രസ്റ്റിനാണെങ്കിൽ ഒരു 120 രൂപ. എത്രയാ ഇത് നോക്ക് ഇട്ടിരിക്കുന്നത്? എന്താന്ന് എനിക്കും അറിയില്ല. ഇതെന്താ സംഭവം? പ്രോൺസ് അല്ല, ആ ഫ്രോസൺ പ്രോൺസ്. അര കിലോയ്ക്ക് ഏകദേശം 250 രൂപ 300 രൂപ ഉണ്ടാക്കായിരുന്നു അല്ലേ? ഇതൊക്കെ ആണെങ്കിൽ ഡെയിലി അടിച്ച ബീഫ് സ്റ്റേക്ക് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നോക്ക്. എടുക്കുക, ഒലിവാൽ ഇടുക, ഗ്രില്ല് ചെയ്യുക, കഴിക്കുക ആണ്. പക്ഷെ അത്രയും ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് കാണ്ട. എക്സ്പെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ മാത്രം. കാരണം ഇത് ഏകദേശം ഒരു കിലോ ഉണ്ട്, 900 ഗ്രാംസോ 800 ഗ്രാംസോ ഉണ്ട്. നാട്ടിലത്തെ 1400 രൂപ സ്റ്റേക്കിന്. എനിക്കത് എക്സ്പെൻസീവായി തോന്നുന്നില്ല പേഴ്സണലി. ഇത്രയും ക്വാളിറ്റി മീറ്റ് ഉണ്ട്. അല്ല, ഇത്രയില്ലേ? ഒരു 700 രൂപ 800 രൂപ വരും നല്ലത്. ഒരു 500 രൂപ വരെ കിട്ടും. ഇത്രയും വലുതായിരിക്കില്ല. ഇത് നല്ലതാ കേട്ടോ, ലാഭമാണ്. ഇത് ഒരാഴ്ചത്തേക്ക് കാണും ഓരോ മീൽ വെച്ച് കഴിച്ചാൽ. ആ അതെ, മാറും, ലാഭമാ. ഒരാഴ്ചത്തേക്ക് 1400 രൂപയല്ലേ ഉള്ളൂ. നമുക്ക് ഇങ്ങോട്ട് വരാമല്ലോ. എന്നിട്ട് അടുത്തവണ വേണമെങ്കിൽ എയർബിഎൻബി എടുക്കാം. ഈ ബീഫ് അവർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു പ്രിയ. സ്റ്റേക്ക് എടുത്ത് ഫ്രൈ ചെയ്തിരിക്കുന്നു. കഴിക്കണ്ട ഞാൻ പറയാണ്, കഴിക്കണ്ട. ചൈനയിലേക്ക് വന്നു പോകും ഇത് കഴിക്കാൻ വേണ്ടി മാത്രം. ബീഫ് നാട്ടിലത്തെ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് പോലും ഇത്രയും ടേസ്റ്റ് വരില്ല. ഓൾറെഡി ഫ്ലേവറും ഉണ്ട് അതിൽ. നമ്മൾ വെറുതെ ഗ്രില്ല് ചെയ്താൽ മാത്രം മതി. ഇവിടുത്തെ ഇങ്ങോട്ട് ഒന്ന് റേറ്റ്സ് ഒന്ന് എടുക്കാം. മുട്ട ഒരു റേറ്റിൻ്റെ അല്ല, ഏകദേശം 15 എണ്ണത്തിന് 120 രൂപ കേട്ടാ. 12 എണ്ണത്തിന് ഒരു ഡസന്. ഇതൊക്കെ ആ ഇവിടെ ഉണ്ട്. മാച്ച കുടിക്കുന്ന കോഴിയുണ്ടല്ലോ. മാച്ച മാത്രം കുടിക്കുന്ന കോഴിയുണ്ട്. എന്നാ വേണ്ട. മാച്ച കുടിക്കുന്ന മാച്ച ടീ അല്ല, മാച്ചയുടെ ടീ ലീവ്സ് മാത്രം കഴിക്കും കോഴി. അതിന്റെ മുട്ടയാണിത്. ഇപ്പൊ കോബെ ബീഫ് ഇല്ലേ, അതുപോലെ കണ്ട. ഇതാണ് അത് കഴിക്കുന്ന മാച്ച ലീവ്സ്. താഴെ ഇടല്ല കേട്ടാ, എക്സ്പെൻസീവ് ആയത്. ഒരു കാര്യം നിങ്ങളെ കാണിച്ചു തരട്ടെ. ഇതിനൊരു 150 രൂപയുടെ അല്ല, സോറി, ഇതിന് എത്രയാ 60 രൂപ 3 ക്യാരറ്റിന്. പക്ഷെ 1 കിലോ ഉണ്ട്. ക്യാരറ്റ് കണ്ട 600 അല്ല, 600 ഗ്രാം ക്യാരറ്റ് ഉണ്ട്. 3 എണ്ണത്തിന് 60 രൂപ. ഒണിയൻസിന്റെ ഇത് നോക്ക്. മുളകിന്റെ സൈസ്, അണിയന്റെ സൈസ് ഒക്കെ നോക്ക്. 2 അണിയന് 60 രൂപ. പക്ഷെ അത് 600 ഗ്രാം ഉണ്ട്. 450 അല്ല, അതെത്രയുണ്ട്? 2 അണിയൻ ഏകദേശം 1 കിലോ ഉണ്ട്. 2 സവാള. ക്യാപ്സിക്കം നോക്ക്. ഇത് നോക്ക്, ഈ മുളക്. ഇത് വാങ്ങി വേദിനെ പേടിപ്പിക്കുക. പഠിച്ചില്ലെങ്കിൽ മറ്റേ മേത്ത് തേക്കും. നമ്മളൊക്കെ പണ്ട് പേടിപ്പിക്കില്ലേ? ഇത് കണ്ട എന്തായാലും പേടിക്കും. വരെ പാക്ക് ചെയ്തിരിക്കുന്നത് കണ്ട. ആ കൂടെ 20 രൂപ ഉള്ളൂ ഈ സാധനത്തിന്. ചീരയാന്ന് തോന്നുന്നു. അതുവരെ എന്ത് ഹൈജീനിക് ആയിട്ട് അവർ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താ അത്? ഉയ്യോ, അതൊക്കെ പ്ലാസ്റ്റിക് പോലെ ഇല്ലേ? ക്യാപ്സിക്കത്തിന്റെ വെറൈറ്റി. പച്ചമുളകിന്റെ വലുതാണെന്ന് അറിയില്ല. പക്ഷേ യെല്ലോ റെഡ് അതാ ഇലകളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്ക്. പക്ഷെ ഇതൊക്കെ നമ്മൾ കണ്ടുപഠിക്കണം. ഫുഡാണല്ലോ ലൈക്ക് ദൈവം. അതിന് ഇത്രയും റെസ്പെക്റ്റോടെയും ഇങ്ങനെ ക്ലീൻ ആയിട്ടും ഒരു മായവും ഇല്ലാതെ ചെയ്തു വെക്കണ്ടേ. മായം ഉണ്ടോ നമുക്കറിയില്ല. അറ്റ്ലീസ്റ്റ് കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് വി ഫീൽ ദ റെസ്പെക്ട്. ഇതൊക്കെ ലോക്കൽ ഫാമിൽ നിന്നുള്ള വെജിറ്റബിൾസ് ആണ്. ബ്രോക്കോളി അല്ലേ? പിന്നെ ഇതൊക്കെ അവരുടെ ഗ്രീൻ വെജിറ്റബിൾസ് ആണ്. പാക്കിംഗ് കണ്ടാൽ തന്നെ പച്ചക്കറി കഴിക്കാത്ത എനിക്ക് തന്നെ കഴിക്കാൻ തോന്നും. തക്കാളിയൊക്കെ വെച്ചിരിക്കും നോക്ക്. തക്കാളിക്ക് 1 കിലോയ്ക്ക് 140 രൂപ കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് കിട്ടി പ്രൈസ്. പ്രിയ ഷോക്ക്. ക്യാരറ്റ് വലുതായിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ ആയുധമായിരിക്കും ചിലപ്പോ ക്യാരറ്റ്. അടിക്കാനൊക്കെ ഉപയോഗിക്കാം.
സെയിം നാട്ടിലത്തെ റേറ്റ്, പക്ഷെ ഭംഗി വേറെ അല്ലേ? ഓൾമോസ്റ്റ് ഇമ്പോർട്ടഡ് ആയിരിക്കും മിക്കവാറും. ആയിരിക്കും. അല്ല, ചൈനയിലും കാണുന്ന പറഞ്ഞത് ഫ്രഷ് ആപ്പിൾ. ഇതിനിപ്പം 6 എണ്ണത്തിന് ഏകദേശം എത്ര വരും? ഒരു 350 രൂപ 400 രൂപ വരും. ഓൾമോസ്റ്റ് 1 kg ഉണ്ട്. നാട്ടിൽ ആ റേറ്റ് ഒക്കെ തന്നെ ഇമ്പോർട്ടഡ് ആപ്പിൾസ് എല്ലാം. ഇതുപോലെ ബ്ലൂബെറി, ബ്ലാക്ക്ബെറി എല്ലാം നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. എല്ലാം ഏകദേശം ഒരു 250-200 റേഞ്ചാണ് 1/2 കിലോയ്ക്കൊക്കെ. 1/2 കിലോ അല്ല, സോറി, 250 ഗ്രാം. എന്താ അത്? ഹണിയാ? ഹണിയാണോ ഹണി റീപ്ലേസ്മെന്റ് ആണോ എന്നറിയില്ല. ഓക്കെ, എന്താണെങ്കിലും ഹണി പോലത്തെ എന്തോ സാധനത്തിന് 150 രൂപ. കുറേ ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട് തന്നെ. ഏകദേശം ഒരു അപ്പോൾ ഏകദേശം ഒരു 1 ലിറ്ററിന് അടുത്ത് കാണും. കോഫി ഇവിടെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതിപ്പം നെസ്കഫേ നമ്മുടെ ഗോൾഡ് ഉണ്ടല്ലോ, അതിൻ്റെ 100 ഗ്രാമിന് നാട്ടിലത്തെ ഒരു എത്ര വരും? 1000 രൂപ വരുന്നുണ്ട് അല്ലേ? പക്ഷെ ഇത് കുറവാണ്. അടിയിലത്തെ നെസ്കഫേയുടെ മറ്റേ ഇൻസ്റ്റന്റ് പോലത്തെ അതിന് 100 ഗ്രാമിന് 30 രൂപ. അയ്യോ, സ്റ്റാർബക്സിന്റെ വലുത് നോക്ക്. പക്ഷെ എന്തോരം വെറൈറ്റീസാ കോഫിക്കൊക്കെ. കണ്ടത് ഇവിടുത്തെ ഒരു 60-70% ഉള്ളു കേട്ടോ. ഇനിയും ഉണ്ട് കുറേ കാണിക്കാനായിട്ട്. ബട്ട് ദെൻ ഇറ്റ് വിൽ ഗെറ്റ് ടു ലോങ്. എന്തായാലും റഫ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയല്ലോ ഇവിടുത്തെ ഒരു കാര്യത്തിന്റെ. ഇനി ഇവിടുന്ന് ഫുഡ് വല്ലതും കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വെളിയിൽ പോയി അത് 100%. ആൻഡ് ക്വാളിറ്റീസ് ഐ തിങ്ക് ഇറ്റ് ഇസ് ലൈക്ക് വേറെ ലെവൽ തന്നെയാണ്. അത്രയും നല്ല സാധനങ്ങളാണ്. പാക്കേജിങ്ങും ഹൈജീനൊക്കെ ഇവർ അതുപോലെ നോക്കുന്നുണ്ട്. ഇതൊക്കെ ഡ്രൈഡ് മീറ്റ്സാണ്. നമുക്ക് പോർക്ക് ഫ്ലോസും അതുപോലത്തെ ഡ്രൈഡ് മീറ്റ്സ് പല രീതിയിലുള്ളത്. ൂല് ഗ്രിൽ ചിക്കൻ കിട്ടുന്ന പോലെ ഇവിടെയും കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ റേറ്റ്സ് ഒക്കെ നോക്കട്ടെ. ഇത് ഗ്രിൽഡ്, ഇതൊക്കെ പോർക്കിൻ്റെ ഐറ്റംസ് ആണ്. ഒരു ഗ്രിൽ ചിക്കൻ്റെ എക്സാമ്പിൾ ഇവിടെ ഏകദേശം, ഇത് ഗ്രിൽഡ് അല്ല, ഫ്രൈഡ് ആണെന്ന് തോന്നുന്നു, ഫ്രൈഡ് ഷവായ പോലെ. ഇതിന് 20. സോ നാട്ടിലത്തെ ഒരു 350 രൂപ ഒരു ചിക്കന്. അല്ല, സൂപ്പർ മാർക്കറ്റിൽ അവർ ഫുഡൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് ചിക്കനും ഡക്കും അങ്ങനെ പല സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് പോർക്ക് കുറവാന്ന് തോന്നുന്നു. ഇതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ. റോസ്റ്റ് ഡക്ക് ആണ് ഏറ്റവും കൂടുതൽ അവരെ തൂക്കിയിട്ടിരിക്കുന്നതെന്നും തോന്നുന്നു. താറാവുകൾ ഇട്ടിരിക്കുന്നത് നോക്ക്. ഡക്ക, ഫുൾ ഡക്കും ചിക്കൻ. ഇതൊക്കെ നല്ല ടേസ്റ്റ്. കൊറിയൻ ഫ്രൈഡ് ചിക്കൻ പോലെ. ഓ കൊതി. ഓ കൊറിയൻ ചിക്കൻ. പ്രിൻസ് ഇങ്ങനെ ഓരോന്ന് എടുത്തോണ്ട് വരും കേട്ടോ എവിടെന്നെങ്കിലും ഒക്കെ. അത് ഡക്ക്, നല്ല സ്വീറ്റ് ബീജിങ് ഡക്കൊക്കെ. ഇത് ഇവിടെ ഫുഡ് ഹാൾ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഞാൻ ഫുഡ് സെലക്ട് ചെയ്തു. ഫുഡ് എല്ലാം നമ്മൾ തന്നെ ഇവിടുന്ന് ബില്ല് ചെയ്തു. വെയിറ്റർ ആരുമില്ല. സോ നമ്മൾ തന്നെ ബില്ല് ചെയ്ത് നമുക്ക് ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കാം. പൊറോട്ട, ചിക്കൻ ഫ്രൈ, പോർക്ക്, മാച്ച, ബണ്ണ്, ലൈം ജ്യൂസ്, മൈക്രോവേവ് വരെ ഉണ്ട്. രാവിലെ കഴിച്ചത് ഇതുവരെ ദഹിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ദഹിച്ചു. ഞങ്ങൾ നടന്ന് സ്കൂട്ടർ പെട്ടിയിലിരുന്ന് അല്ല പോകുന്നത്. ഞങ്ങൾ കഴിച്ചോളാം. ഒരു ലൈം ജ്യൂസ് മാത്രം കുടിച്ചോ. എന്നാ പിടിക്ക്. ന്റെ ഹെഡാണ് പ്രിൻസ് ആണ് ഇത് റെക്കമെൻഡ് ചെയ്തത്. അതും പൊറോട്ടയും കൂടെ. എങ്ങനെയുണ്ട്? ഇതുവരെ ഒരു റൊമാലി റോട്ടിയുടെ പോലെ, പക്ഷെ പൊറോട്ടയുടെ അത്രയും സൈസ് ഉണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും അങ്ങനെ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. പൊറോട്ട കുറച്ച് ഉപ്പുള്ള, അത് കുഴപ്പമില്ല. പോർക്കിന് ഉപ്പല്ല, ഉപ്പില്ല. ഒരു രക്ഷയില്ല. വെറുതെ പറയല്ല, കഴിച്ചു നോക്കും. നമ്മൾ കുറേ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ടില്ലേ? ക്രിസ്പിനെസ് ഇല്ല, ഫ്ലേവർ ഇസ് 100%. പക്ഷെ പ്രിയ കഴിക്കില്ല. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പൊറോട്ട വല്ല എടുത്ത്, ഇതൊക്കെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഞങ്ങൾക്ക് ടിഷ്യൂ ഒന്നും വേണ്ട. പിന്നെ അത് ചിക്കനും ഇതുപോലെ വെച്ച് ഭയങ്കര ഫ്ലേവർഫുൾ. ഓരോ മീറ്റിലും ഓരോ പോർഷനിലും ഈ ഗ്ലിസ്നിങ് ഫാറ്റും അതുപോലെ തന്നെ നല്ല മീറ്റും ഉണ്ട്. ബ്രെഡിൽ ഫാറ്റ് കണ്ടന്റ് കുറവായിരിക്കും. അതാണ്, മറ്റേ വലിയ വലിയ ഫാറ്റ് അല്ല, ഈ മീറ്റിലുള്ള തന്നെ ഫാറ്റാ. സാധാരണ മീറ്റ് വേറെ, ഫാറ്റ് വേറെ. ഇത് ഇസ് ലൈക്ക് റിച്ച് മീറ്റ്. ആൻഡ് അതും കുറച്ച് ഈ പൊറോട്ടയുടെ, ഈ പൊറോട്ട എന്ന് പറയാനും പറ്റില്ല, വേറെ എന്തോ സാധനമാണ്, എന്നാലും അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഡ്രിങ്ക് അല്ലാതെ ഇത്രയും സാധനങ്ങൾ എത്രയെന്ന് അറിയോ? 650 രൂപ നാട്ടിലത്തെ. ഇത്രയും ഇൻക്ലൂഡിങ് ദ ഡിസേർട്ട്, പോർക്ക്, 2 ചിക്കൻ, ഒരു പോർഷൻ ഓഫ് റോട്ടി. 670 രൂപ 650 രൂപ കണ്ട്. സോറി, 740.
എന്താ അല്ലേ, ഒരു 1400 ക്വാളിറ്റിയാണ്. 1400 ഒന്നും അല്ല. പിന്നെ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ തന്നെ എന്ത് റേറ്റ് ആവും എന്നറിയോ? എനിക്കിത് ഇവിടെ ആയതുകൊണ്ടായി, വാൾമാർട്ടിലായതുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ റേറ്റിനൊന്നും കിട്ടില്ല. എന്ന് പറഞ്ഞ ആളാണ് രണ്ടാമത്തെ ഡോണട്ടാണ് കഴിക്കുന്നത്. പക്ഷെ വേറെ ടേസ്റ്റ് തന്നെ കേട്ടോ. അധികം മധുരം ഇല്ല, ബണ്ണ് സോ സോഫ്റ്റ്. മാച്ച എന്ന് പറഞ്ഞാൽ ഫ്ലേവറിംഗ് ഒന്നും അല്ലെങ്കിൽ ഒന്ന് റിയൽ മാച്ചിട്ട് ഉണ്ടാക്കിയ ക്രീമാണ്. അത് ഫ്രഷ് ക്രീമാന്ന് തോന്നുന്നു പ്രിയയുടെ കയ്യിലുള്ളത് അല്ലേ. എന്തായാലും അടിപൊളി, ഒന്നും പറയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക വാൾമാർട്ട് ചൈനയുടെ പ്രൈസും വെറൈറ്റീനെ ഒക്കെ കുറിച്ച്. എന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ ആൾക്കാരുടെ ഫിറ്റ്നസ് ലെവല് ഭയങ്കര ഹൈ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത്. അത് ഇവിടെ വന്ന സൂപ്പർ മാർക്കറ്റിൽ കാണുമ്പോൾ കാണാം, ഭയങ്കര അധികം ഹെൽത്തി ഓപ്ഷൻസ് ആണ്. ഇത് കുറേ ഈ ഓട്സ് അല്ല, ലോട്ടസ് സീഡ്സ്, അതുപോലെ തന്നെ ഇങ്ങനെ ബീൻസ്, കോൺ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉള്ള സാഷേസ് ആണ്. നമ്മുടെ കാപ്പിപ്പൊടി പോലെ ഒരു സാഷേ പൊട്ടിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതൊരു ഡ്രിങ്കായി മാറും. അങ്ങനെ പല ടൈപ്പും പല ഇത് കംപ്ലീറ്റ് ഹെൽത്ത് സെക്ഷൻസ് ആണ്, എല്ലാവരും വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ജ്യൂസസ് ആണെങ്കിലും ആ സമയത്ത് ചോക്ലേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര കുറവുമാണ്. സോ അവരുടെ ആ രാജ്യത്തിൻ്റെ എന്താ പറയുന്നത് ഒരു ഡയറക്ഷൻ തന്നെ നമുക്ക് ഇവരുടെ സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോൾ അറിയാം. കംപ്ലീറ്റ് ഹെൽത്ത് ഫുഡാണ്. അപ്പോൾ ഗൈസ്, ചൈനീസ് സൂപ്പർ മാർക്കറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാം. എന്തായാലും നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും, എസ്പെഷ്യലി നമുക്ക് പരിചയമില്ലാത്ത രാജ്യങ്ങൾ, ഗൾഫല്ല പരിചയമില്ലാത്ത ഈ രാജ്യങ്ങളിൽ പോകുമ്പോൾ സൂപ്പർ മാർക്കറ്റ്സ് പോയി വിസിറ്റ് ചെയ്യുക. ഇറ്റ്സ് എ പീക്ക് ഇൻ ടു ദ ഫുഡ് ഹാബിറ്റ്സ്, ദർ കൺസെപ്ഷൻ, അവരെന്തൊക്കെയാണ് കഴിക്കുന്നത്, എങ്ങനെയാണ് അവരുടെ ലൈഫ് സ്റ്റൈലിനൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈസിയസ്റ്റ് വേ, ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്, കുറേ കാലമായി ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ചൈനീസ് സൂപ്പർ മാർക്കറ്റ് ഡക്കൗനെ മുറിക്കുന്നു. അപ്പോൾ എന്തായാലും ചൈനീസ് സൂപ്പർ മാർക്കറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. നമുക്ക് അടുത്ത വേറൊരു നല്ല വ്ളോഗായിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.